പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ആ നവകേരള യാത്രാകാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഉണ്ടായ ഒരു ഷൂവറിഞ്ഞ എയറിന്റെ ആഘാതത്തിൽ വണ്ടി മറിച്ചിട്ട് മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള മാരക നീക്കം എന്നൊക്കെ പറഞ്ഞായിരുന്നു വധശ്രമം ചുമത്തിയുള്ള FIR. അതിൽ ഗൂഢാലോചന ചുമത്തി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ, പേഴ്സണൽ നമ്പർ, അഡ്രസ് അടക്കം സൈബർ ലിഞ്ചിങ് എറിഞ്ഞുകൊടുത്തൊരു അപക്വമതിയായ നേതാവിന്റെ ബ്രൂട്ടൽ മര്യാദകൾ അധികം നാളായിട്ടില്ല. അന്ന് തിരക്കഥാകൃത്താവാൻ കൊതിച്ച് നടക്കാതെ പോയ, കൂമ്പടഞ്ഞു പോയ ഏതോ ഏമാൻ എഴുതിയ FIR ഭാവന കൊണ്ട് കേരളത്തിന് ചിരിച്ച് പള്ളകൂച്ചിയതാണ്. ഷൂ അറിഞ്ഞാൽ എങ്ങനെ വധശ്രമമാകും എന്ന കോടതിയുടെ ഒറ്റ ചോദ്യം പോലീസ് ഓടിയ വഴിയിൽ ഇതുവരെ പുല്ല് മുളച്ചിട്ടില്ലെന്നാണ് കേൾവി. ആ ഗർഭിണിയുടെ മുഖത്തെ കൈവീശി അടിക്കുന്ന ഗൂണ്ടകൾ, TP കേസിലെ പ്രതികളോട് വരെ കൈക്കൂലി വാങ്ങുന്ന സാറന്മാർ മാത്രമല്ല, എഴുത്തുകാരായ ഭാവന ലാലസന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആ പാരടിപ്പാട്ടിലെ പോലീസ് FIR. മതവിശ്വാസം തകർത്ത്, മതവികാരത്തെ അപമാനിച്ച്, മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടാനുള്ള ഉദ്ദേശമെന്നൊക്കെയാണ് അങ്ങ് തട്ടിമൊളിക്കൽ. ഏതോ കമ്മ്യൂണൽ റൈറ്റ് കോൺസ്പിറസിയിൽ 120B FIR അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ പാടി നടന്ന കാക്കത്തൊള്ളായിരം പാരടിപ്പാട്ടിൽ ഒരു പാട്ടിന്റെ മഹാപരാധം പറയലാണ്. ആ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുന്ന കോടതി പോലും സംശയിക്കും നാടിതുവരെ കാണാത്ത ഒരു ക്ഷേത്രക്കുള്ള പാടിപ്പറയുന്ന പാരടി കേട്ട് ഒരു വിശ്വാസിയുടെ വികാരം അങ്ങ് വ്രണപ്പെട്ട് പൊട്ടിയിട്ടില്ല സാറേ. പൊട്ടിയത് വിശ്വാസമില്ലാത്തൊരു കാട്ടുകള്ള കൂട്ടത്തിന്റെ ആർത്തിമൂത്ത് വട്ടായൊരു സംഘത്തിന്റെ ദുഷ്ടവികാരങ്ങളാണ്. ഏതോ ഒരു പഞ്ചായത്ത് അധികാരിയുടെ സഹോദരൻ കൊടുത്തൊരു കേസിൽ കേട്ടാൽ പേടിക്കുന്ന, തൊട്ടാൽ പൊള്ളുന്ന ഗുരുതര വകുപ്പുകൾ ആ യോഗിയുടെ പോലീസ് പോലും ചെയ്യാത്ത ഭോഷ്കാണ്. അങ്ങാടിയിൽ തോറ്റത് ഒരു പാരടിപ്പേടിയിൽ ഇല്ലാത്ത വികാരങ്ങൾക്ക് തീ കൊളുത്തി നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിൽ അധമ പണിയാണ് രാഷ്ട്രീയം മറന്ന അരാഷ്ട്രീയ ഊളപ്പണി. സ്വർണം കെട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടിലെ വരികൾ ചങ്കത്ത് കയറുന്നെങ്കിൽ അത് പാർട്ടി വികാരത്തിലേറ്റ മുറിവെങ്കിൽ താത്വികം എന്ന ന്യായത്തിൽ ആർക്കും മനസ്സിലാവാത്ത വഴവഴപ്പ ന്യായം പറയാതെ ആ കേസിൽ ഇപ്പോഴും ജയിൽ ചപ്പാത്ത് കഴിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ പേടിയില്ലാതെ ചവിട്ടി പുറത്താക്ക്. എന്നിട്ട് പ്രതിരോധിക്കുക, വിശ്വാസവും വർഗീയതയും പറയാതെ ഡിഫൻസിൽ രാഷ്ട്രീയം പറ. അതല്ലാതെ ഒരു പാരടിപ്പാട്ടിൽ കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കിയാൽ കൂട്ട അറസ്റ്റുകളിൽ ജയിലുകൾ നിറച്ചാൽ അങ്ങ് പേടിച്ച് വാപത്തുമെന്നാണോ മൗഢ്യം ഈ കേരളം? മതഭേദങ്ങളില്ലാതെ രാഷ്ട്രീയം നോക്കാതെ പറയും, എടോ കള്ളപ്പോറ്റി, എടോ വാസു പത്മകുമാറെ, നീയൊക്കെ തൊട്ടത് അയ്യപ്പനെയാണ്, കൈവച്ചത് ആ പ്രതിഷ്ഠാ പരിസരത്താണ്, അള്ളി അകത്താക്കാൻ നോക്കിയത് ഈ നാടിന്റെ വികാരത്തെയാണ്. മാപ്പില്ലാ വഞ്ചനയ്ക്ക് കടക്കടാ പുറത്ത്.